റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ വേദി തകരപ്പറമ്പിലാണ്. ഇത്തരത്തിൽ റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തി വേദി പണിതിരിക്കുന്നത്. എന്നിട്ട് ഇവിടെയെല്ലാം മറ്റൊരിടത്താണെങ്കിലും പുനർജനിക്കാതിരിക്കില്ല. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ മറ്റൊരിടത്ത് ഇത് നടത്തുന്നതായിരുന്നു ഉചിതമല്ലാത്തൊരു പ്രവൃത്തിയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ മേയർ നമുക്കൊപ്പം ചേരുന്നു. ബി വി രാജേഷ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തകരപ്പറമ്പിൽ വഴി തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിനെ കുറിച്ചാണ്. കോർപ്പറേഷൻ ഇതുമായി യാതൊരു ബന്ധമില്ല എന്നാണ് താങ്കൾ അല്പം മുൻപ് പ്രതികരിച്ചത്. എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളോട് പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചതുമില്ല. നിങ്ങൾ ഈ വാർത്തയെ കൊടുത്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കണ്ടേ? ഞാൻ ആ പരിപാടി പങ്കെടുക്കുന്നത് നിങ്ങളുടെ ആരാ പറഞ്ഞു? ഞാൻ പങ്കെടുക്കുന്നത് കോർപ്പറേഷന്റെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വൃക്ഷത്തൈ നടന്നതിനാണ്. ഞാൻ എന്താ ഇവിടെ എത്തി? പറഞ്ഞിട്ടില്ല. കോർപ്പറേഷന്റെ ഒരു പൈസയും ചെലവാക്കാത്ത, കോർപ്പറേഷന്റെ ഒരു മെഷീനറിയും പ്രവർത്തിക്കാത്ത, ഒരു മീറ്റിംഗ് പോലും നടത്താത്ത, ഞങ്ങൾ അറിയാത്ത ഒരു പരിപാടി, കോർപ്പറേഷന് ബന്ധമില്ലാത്തൊരു പരിപാടി, എന്റെ ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ റോഡ് കെട്ടി അടച്ചെന്നൊക്കെ ഇത്രയും നിരുത്തരവായിട്ടാണ് രാവിലെ വാർത്ത ചെയ്യാൻ. ഇതൊക്കെ കൊടുത്ത് കൗതുക ലേശം കൂടുതലാണ്. മേയർ എന്ന നിലയിൽ താങ്കൾ ഏത് രീതിയിലാണ് ഇടപെട്ടത്? റോഡ് തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു പരിപാടി നടത്തില്ല. അത് പോലീസാണ് ചെയ്യേണ്ടത്, എന്റെ ജോലിയല്ല. അതിന്റെ ഉത്തരവാദിത്തം. ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടന്ന സമയത്ത് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാത്തൊരു കാര്യം ഞങ്ങളെ മേളിൽ വെക്കണോ? നിർത്തി അവമാനിക്കുവാണെന്ന്. നിങ്ങൾ പോലുള്ള മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ? ഞങ്ങളുടെ കോർപ്പറേഷൻ മേയറെയോ ഡെപ്യൂട്ടി മേയറെയോ സെക്രട്ടറിയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഞങ്ങളൊരു 10-15 പേരുണ്ടല്ലോ, ആരെങ്കിലും ഒരാളിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കണ്ടേ? അല്ലാതെ തെറ്റായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അതല്ല ഉദ്ദേശം. ഇന്നിപ്പോ മാതൃഭൂമിയുടെ ഒരു മാധ്യമപ്രവർത്തക ആ കുട്ടി എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? ഞാൻ മാതൃഭൂമിയുടെ മാനേജ്മെന്റ് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. റോഡിൽ പരിപാടി നടക്കുമ്പോൾ മേയർ ഇടപെടേണ്ടതെന്ന്. മുനിസിപ്പൽ ആക്ടിൽ PWD റോഡിൽ ഒരു പരിപാടി നടക്കുമ്പോഴേക്കും മുനിസിപ്പൽ ആക്ടിൽ ഏത് സെക്ഷൻ അനുസരിച്ചാണ് മേയർക്ക് ഇടപെടാൻ പറ്റുന്നത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കോർപ്പറേഷന്റെ ഔദ്യോഗിക പരിപാടി റോഡ് കെട്ടിയടച്ച് നടത്തുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളോടൊന്നും ചോദിക്കണ്ടേ? ഇത് PWD റോഡ് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും അവിടുത്തെ പോലീസ് അവിടെ പോയിരുന്നു. അവിടുത്തെ കൃത്യമായിട്ട് ഓരോ പോലീസ് സ്റ്റേഷന്റെയും പരിധിയിൽ വരുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് അറിയണ്ടേ? ഞാൻ മനസ്സിലാക്കിയത് പോലീസ് പോലും ഒരു മണിക്കൂർ, ഞാൻ അന്വേഷിച്ചു അതിനെ കുറിച്ച്, 1 മണിക്കൂർ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ ചില മാധ്യമപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പോലീസുകാർ അവിടെ എന്ത് ചെയ്യായിരുന്നു ഇത്രയും വാർത്ത കൊടുക്കുന്നത് വരെ? അപ്പോൾ മുൻപ് CPM ഇത്തരത്തിലൊരു കാര്യം ചെയ്തപ്പോഴേക്കും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചില മാധ്യമപ്രവർത്തകർ തോന്നിയതാണ്. ഒന്നുകുട്ടി, ഇവിടെ ജൂൺ 5-ാം തീയതി കോർപ്പറേഷനിൽ നടക്കുന്ന എന്നെ വിളിക്കുന്ന എല്ലാ പരിപാടിയിലും പോയി കഴിഞ്ഞാൽ അടുത്ത ജൂൺ 5 തീരില്ല. അപ്പൊ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഒരു ഭാഗം കൂടെ ഒന്ന് ചോദിക്കണം. മിനിമം നമ്മളൊക്കെ എപ്പോഴും വിളിക്കുന്നതല്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാളിനെ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചുകൂടെ? അങ്ങനെ ഏറിയത് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്. പിന്നെ ആങ്കർമാരോടൊക്കെ മിനിമം ചോദിക്കുമ്പോഴേക്കും ആ ആക്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കുറച്ച് ബോധത്തോടെ ചോദിക്കാൻ പറയണം. മുനിസിപ്പൽ ആക്ടിൽ PWD റോഡിൽ അവർ സ്റ്റേജ് കെട്ടുന്ന ഇടപെടാനായിട്ട് ഒരു വകുപ്പില്ലെന്ന് ആ കുട്ടിയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കും. ഓക്കെ, നമസ്തേ. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.